പാലാ എം.എൽ.എ. മാണി സി കാപ്പനെതിരെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. പാലായിൽ ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നാൽ എം.എൽ.എ. അതിനെ എതിർക്കും. പാലായുടെ വികസനത്തിൽ ചൂണ്ടിക്കാട്ടാൻ ഒരു പദ്ധതിയുമില്ല. ഒന്നും ചെയ്യാതിരുന്നിട്ട് മറ്റുള്ളവരെ പഴിചാരുന്നത് ശരിയല്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കാനോ പ്രാദേശികമായ ഒരു പദ്ധതിയെങ്കിലും എടുത്തു പറയാൻ ജനപ്രതിനിധിക്കുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ഇവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന നേതാവ് അതിനെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറയും. ബാക്കിയുള്ളവരെ എല്ലാം പരിചാരിച്ച് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. അവർ നുണപ്രചരണങ്ങൾ നടത്തുകയാണ്. ടോബി ജോൺസണുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ടോബി, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പാലായിൽ ആരൊക്കെ അംഗം കുറിക്കും എന്നുള്ളതാണ് ചോദ്യം. രൂക്ഷ വിമർശനമാണല്ലോ മാണി സി കാപ്പനെതിരെ. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം? വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ജോസ് കെ മാണി പാലായിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. ഒരുപക്ഷെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ ഈ യാത്രയിൽ സംസാരിക്കാറുള്ളത്. പക്ഷേ പാലായിലേക്ക് എത്തിയപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു വികസന ചർച്ചയായാലും ഒരു വാഗ്വാദമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മാണി സി കാപ്പൻ എം.എൽ.എക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ജോസ് കെ മാണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം എം.എൽ.എ. ആയിട്ടിരുന്നിട്ടും ഒരു പുതിയ പദ്ധതി പോലും പാലായിൽ കൊണ്ടുവരാൻ മാണി സി കാപ്പൻ എം.എൽ.എക്ക് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ വികസന സമിതി യോഗത്തിൽ പോലും കാപ്പൻ പങ്കെടുക്കാറില്ല എന്നുള്ള ഒരു അതിരൂക്ഷ ഗുരുതര ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വികസനത്തെ ചൊല്ലിയുള്ള ഒരു ചർച്ചയ്ക്ക് വേദിയാവുകയാണ് ഈ മുന്നേറ്റ ജാഥ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലായിൽ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മാണി സി കാപ്പനും ജോസ് കെ മാണിയും ഈ വികസനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതാണ്. അതിൽ കൂടുതൽ ആരോപണങ്ങൾ ജോസ് കെ മാണി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഈ മുന്നേറ്റ ജാഥ പാലാ നഗരത്തിൽ ഒരു യാത്ര നടത്തിയത്. അതിനുശേഷം ആ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ വേദിയിലും ജോസ് കെ മാണി സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ്, പാലായിലെ ഊന്നിയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതും കാപ്പനെതിരെയുള്ള അതിരൂക്ഷ വിമർശനമാണ്. പാലായിൽ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കെ എം മാണി ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ എം പി എന്ന നിലയിൽ തന്നോട് ഒരു കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല. താൻ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് വിലങ്ങുതടിയായിട്ട് മാണി സി കാപ്പൻ എം.എൽ.എ. നിൽക്കുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ആരോപണങ്ങളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ മാണി സി കാപ്പൻ മറുപടി പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും അല്പസമയത്തിനുണ്ട്. എന്തായാലും ഈ ഒരു വികസന മുന്നേറ്റ ജാഥ പാലായിലേക്ക് എത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഇരു മുന്നണികളും സജ്ജമായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP കൂടി കടന്നു വരുമ്പോൾ വിവരങ്ങൾ നൽകിയത് പാലായിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.